ഹായ് എവരിവൺ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് യൂണിറ്റ് 3 മൂവ്മെന്റ്സ് ഓഫ് ദ എർത്ത് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഇതിലെ നോട്ട്സ് നോക്കാം. പാർട്ട് 1. ഫസ്റ്റ് വൺ റൊട്ടേഷൻ. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഭ്രമണം. എന്താണ് റൊട്ടേഷൻ? റൊട്ടേഷൻ ഈസ് ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. സീ ദിസ് പിക്ചർ. ഭൂമി തന്റെ അച്ചുതണ്ടിനെ ചുറ്റി സ്വയം തിരിയുന്നതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഭ്രമണം എന്ന് വിളിക്കുന്നു. എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഇനി ഏത് ഡയറക്ഷനിലാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്? ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. റൊട്ടേഷൻ ഈസ് ആന്റി ക്ലോക്ക് വൈസ് വെൻ വ്യൂഡ് ഫ്രം നോർത്ത് പോൾ. നമ്മൾ നോർത്ത് പോളിൽ നിന്ന് നോക്കുമ്പോൾ എർത്ത് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ദിസ് മേക്സ് ദ സൺ അപ്പിയർ ടു റൈസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ് ഇൻ ദ വെസ്റ്റ്. എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. അതുകൊണ്ടാണ് സൂര്യൻ കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. Look at the given figure and answer the following questions related to rotation. ഈ പിക്ചർ നോക്കൂ. ഡയറക്ഷൻ ഓഫ് ദ എർത്ത് റൊട്ടേഷൻ. എർത്തിന്റെ റൊട്ടേഷൻ നടക്കുന്ന ഡയറക്ഷൻ ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫ്രം ദ വെസ്റ്റ് ടു ദ ഈസ്റ്റ്. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ദെൻ വാട്ട് അബൌട്ട് ദ ടിൽറ്റ് ഓഫ് ദ എർത്ത് ആക്സിസ്? അച്ചുതണ്ടിന്റെ ചരിവ് എങ്ങനെയാണ്? ടിൽറ്റ് എങ്ങനെയാണ് എർത്തിന്റെ ആക്സിസിന്റെ? ടിൽറ്റഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 23.5 degree from the vertical. See this picture? Here we can see 23.5 degree. So tilted at an angle of 23.5 degree from the vertical. Next one, effects of Earth's rotation. ഭ്രമണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രധാന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ, ഡേ ആൻഡ് നൈറ്റ്. ദിനരാത്രങ്ങൾ. ഡേ ആൻഡ് നൈറ്റ്. ദ എർത്ത് ടേക്സ് 24 hours. That is 23 hours, 56 minutes, 4 seconds to complete one rotation. ഈ റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയം 24 മണിക്കൂറാണ്. അതായത് കറക്റ്റായിട്ട് പറഞ്ഞാൽ 23 hours, 56 minutes, 4 seconds. ഒരു വൺ കംപ്ലീറ്റ് റൊട്ടേഷനുള്ള ടൈമാണ്. ദ സൈഡ് ഫേസിംഗ് ദ സൺ എക്സ്പീരിയൻസസ് ഡേ ടൈം. നമ്മുടെ എർത്തിന് എവിടെ നിന്നാണ് പ്രകാശം ലഭിക്കുന്നത്? സൂര്യനിൽ നിന്ന്, സണ്ണിൽ നിന്ന്. ഇപ്പൊ ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സണ്ണിനെ ഫേസ് ചെയ്യുന്ന സൈഡില് എന്തായിരിക്കും? ഡേ ടൈം ആയിരിക്കും. അവിടെ പകലായിരിക്കും. ദ ഓപ്പോസിറ്റ് സൈഡ് എക്സ്പീരിയൻസസ് നൈറ്റ്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോ നൈറ്റ് ആകും. സീ ദിസ് പിക്ചർ. കണ്ടോ, ഇവിടെയാണ് നമ്മുടെ സൂര്യൻ. അപ്പൊ സൂര്യനെ ഫേസ് ചെയ്യുന്ന സൈഡില് ഡേയും ഓപ്പോസിറ്റ് സൈഡില് നൈറ്റും ആയിരിക്കും. The boundary separating day and night is called circle of illumination. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം a circle of illumination. എന്താണ് സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ? ഡേ ആൻഡ് നൈറ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബൗണ്ടറിനെയാണ് നമ്മൾ സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ എന്ന് പറയുന്നത്. ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന ഒരു സാങ്കല്പിക, ഒരു ഇമാജിനറി ലൈനാണ് എന്ത്? സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ അല്ലെങ്കിൽ പ്രകാശവൃത്തം എന്ന് പറയും. സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ. സോ റൊട്ടേഷൻ കോസസ് ഡേ ആൻഡ് നൈറ്റ്. ഇനി നെക്സ്റ്റ് ഇഫക്റ്റ് ഏതാണ്? കോറിയോലിസ് ഇഫക്റ്റ്. എന്താണ് കോറിയോലിസ് ഇഫക്റ്റ്? ദ കോറിയോലിസ് ഇഫക്റ്റ് ഈസ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ഫ്രീലി മൂവിംഗ് ഒബ്ജക്ട്സ് ലൈക്ക് വിൻഡ്സ് ആൻഡ് ഓഷ്യൻ കറന്റ്സ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. എർത്തിന്റെ റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം മൂലം സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾ, അതായത് വിൻഡ്സ്, ഓഷ്യൻ കറന്റ്സ്, ഇതിനൊക്കെ എന്ത് സംഭവിക്കുന്നു? ദിശാവ്യതിയാനം സംഭവിക്കുന്നു. അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നു. അതിനാണ് നമ്മൾ കോറിയോലിസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ദ ഫോഴ്സ് കോസിംഗ് ദിസ് ഡിഫ്ലക്ഷൻ ഈസ് കോൾഡ് കോറിയോലിസ് ഫോഴ്സ്. അപ്പോൾ ഈ ഡിഫ്ലക്ഷൻ ഉണ്ടാക്കുന്ന ഫോഴ്സിനെ എന്തെന്ന് പറയുന്നു? കോറിയോലിസ് ഫോഴ്സ് എന്ന് പറയുന്നു. ഇനി
ഡിഫ്ലക്ഷൻ ഇൻ ഡയറക്ഷൻ ഈസ് കോൾഡ് കോറിയോലിസ് ഇഫക്റ്റ്. ഈ ദിശാ വ്യതിയാനത്തെ, ഈ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നതിനെയാണ് കോറിയോലിസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്തൊരു ലോ ഉണ്ട്, അതാണ് ഫെറൽസ് ലോ. എന്താണ് ഫെറൽസ് ലോ? ഫെറൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഡ്യൂ ടു ദ കോറിയോലിസ് ഇഫക്റ്റ് എന്ത് സംഭവിക്കും? മൂവിംഗ് ബോഡീസ് ലൈക്ക് വിൻഡ്സ് ആൻഡ് ഓഷ്യൻ കറന്റ്സ് get deflected from their original path on the earth's surface. കോറിയോലിസ് ഇഫക്റ്റ് മൂലം മൂവിംഗ് ബോഡീസ് ലൈക്ക് വിൻഡ്സ്, ഓഷ്യൻ കറന്റ്സ്, ഇതിൻ്റെയൊക്കെ ഒറിജിനൽ പാത്തിൽ നിന്ന് അതിനെന്ത് സംഭവിക്കുന്നു? ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നു, അതിൻ്റെ സഞ്ചാര ദിശ മാറുന്നു. അതിനാണ് എന്തെന്ന് പറയുന്നത്? ഫെറൽസ് ലോ എന്ന് പറയുന്നത്. ഇനി ഈ ഫെറൽസ് ലോയിൽ അതിൻ്റെ ഡയറക്ഷൻ പറയുന്നുണ്ട്. ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ എങ്ങനെയായിരിക്കും? ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ദ ഡിഫ്ലക്ഷൻ ഈസ് ടു ദ റൈറ്റ്. നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അതിൻ്റെ ഡിഫ്ലക്ഷൻ റൈറ്റിലോട്ടായിരിക്കും. എന്നാൽ സദേൺ ഹെമിസ്ഫിയറിൽ ഡിഫ്ലക്ഷൻ എങ്ങോട്ടായിരിക്കും? ലെഫ്റ്റിലോട്ടായിരിക്കും. അപ്പം ഇതാണ് ഫെറൽസ് ലോ. മൂവിംഗ് ബോഡീസ് ലൈക്ക് വിൻഡ്സ് ആൻഡ് ഓഷ്യൻ കറന്റ്സ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ഫ്രം ദെയർ ഒറിജിനൽ path on the Earth's surface, and the deflection is to the right in northern hemisphere and deflection is to the left in southern hemisphere. Next one, revolution. എന്താണ് revolution? Revolution is the movement of the earth around the sun in a fixed orbit. അപ്പോൾ ഭൂമി തൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം ഒരു നിശ്ചിത ഭ്രമണപഥത്തിൽ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നു. അതിനാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. റെവല്യൂഷൻ ഈസ് എ മൂവ്മെന്റ് ഓഫ് ദ എർത്ത് എറൗണ്ട് ദ സൺ ഇൻ എ ഫിക്സഡ് ഓർബിറ്റ്. ഈ പിക്ചറിൽ ഒക്കെ അറിയാം, ഇത് നമ്മുടെ സൂര്യൻ, ഇതിന് ചുറ്റും നമ്മുടെ ഭൂമി റിവോൾവ് ചെയ്യുന്നുണ്ട്. സോ റെവല്യൂഷൻ ഈസ് എ മൂവ്മെന്റ് ഓഫ് ദ എർത്ത് എറൗണ്ട് ദ സൺ ഇൻ എ ഫിക്സഡ് ഓർബിറ്റ്. The earth revolves around the sun while rotating on its axis. അപ്പോൾ എർത്ത് അതിൻ്റെ ആക്സിസിൽ സ്വയം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ സണ്ണിന് ചുറ്റും എർത്ത് റിവോൾവ് ചെയ്യുന്നുണ്ട്. അതിനാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ദ പാത്ത് ഓഫ് റെവല്യൂഷൻ ഈസ് ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ഇനി ഈ റെവല്യൂഷൻ്റെ പാത്ത് എങ്ങനെയാണ്? ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ്. അതായത് ദീർഘവൃത്താകൃതിയിലുള്ള ഒരു സഞ്ചാരപഥമാണ് ഈ റെവല്യൂഷൻ ഉള്ളത്. ദെൻ ടൈം ടേക്കൺ ഫോർ വൺ റെവല്യൂഷൻ ഈസ് 365 1/4 ഡേയ്സ്. ഒരു റെവല്യൂഷൻ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 365 1/4 ഡേയ്സ്. ഫോർ കൺവീനിയൻസ് വി കൺസിഡർ 365 ഡേയ്സ് ഈക്വൽ ടു 1 ഇയർ. നമ്മൾ കൺവീനിയൻസിന് വേണ്ടി എങ്ങനെയാണ് നമ്മൾ പ്രായോഗിക സൗകര്യത്തിനായി നമ്മൾ എന്ത് ചെയ്യും? 365 ഡേയ്സ് എന്നുള്ളത് 1 ഇയർ ആയിട്ട് എടുക്കും, ഇൻസ്റ്റെഡ് ഓഫ് 365 1/4 ഡേയ്സ് എന്നുള്ളത്. സോ ദ എക്സ്ട്രാ 1/4 ഡേ ഈച്ച് ഇയർ ഈസ് ആഡഡ് അപ്പ്. നമ്മൾ കൺവീനിയൻസിന് വേണ്ടി 365 1/4 ഡേയ്സ് എന്നുള്ളത് 365 ഡേയ്സ് ആയിട്ടാണ് എടുക്കുന്നത്. ഒരു ഇയർ എന്നുള്ളത് 365 ഡേയ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ എക്സ്ട്രാ 1/4 ഡേയ്സ് എന്ത് ചെയ്യും? അത് ആഡപ്പ് ചെയ്യും. ഓരോ വർഷവും അത് ആഡപ്പ് ചെയ്യും. ആഫ്റ്റർ 4 ഇയേഴ്സ് ആകുമ്പോൾ 1/4 × 4 ഈക്വൽ ടു 1, ഒരു ഫുൾ ഡേ ആയിട്ട് മാറും. ദിസ് എക്സ്ട്രാ ഡേ ഈസ് ആഡഡ് ടു ഫെബ്രുവരി. അതുകൊണ്ടാണ് ഫെബ്രുവരിയിൽ 29 ഡേയ്സ് ഉള്ളത്. 4 വർഷം കൂടുമ്പോൾ ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടാവും? 29. നോർമൽ ഇയറിലാണെങ്കിൽ 28 ഡേയ്സ്. സോ ലീപ്പ് ഇയറിൽ 29 ഡേയ്സ് ആയിരിക്കും. സോ ഓരോ വർഷവും അധികമായി വരുന്ന ആ 1/4 ദിവസം 1/4 ഡേയ്സ് അതിനെന്ത് ചെയ്യും? 4 ഇയേഴ്സ് ആകുമ്പോൾ അതിനെ കൂട്ടിച്ചേർത്ത് ഫെബ്രുവരി മാസത്തിൽ 29 ദിവസമായി കണക്കാക്കുന്നു. സോ അങ്ങനെ 366 ഡേയ്സ് ഉള്ള ആ വർഷത്തിനെയാണ് നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, എ ഇയർ വിത്ത് 366 days is called a leap year. Next one, perihelion and aphelion. Perihelion എന്ന് പറഞ്ഞാൽ ക്ലോസസ്റ്റ് പോയിന്റ്. See this picture? ഇവിടെ നമ്മുടെ എർത്ത് സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യാണ്.
ഒരു എലിപ്റ്റിക്കൽ പാത്താണുള്ളത്. ഇനി ഇതിലെ ഡിസ്റ്റൻസ് ശ്രദ്ധിച്ചോ. ഇവിടെ ഡിസ്റ്റൻസ് 147 മില്യൺ കിലോമീറ്റർ ആണ്, എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ്. എന്നാൽ ഇപ്പുറത്ത് നോക്കൂ, ഇവിടെ എർത്തും സണ്ണും തമ്മിൽ 152 മില്യൺ കിലോമീറ്റർ ഉണ്ട്. സോ പെരിഹീലിയൻ എന്ന് പറഞ്ഞാൽ ക്ലോസസ്റ്റ് പോയിന്റ്. ദ എർത്ത് ഈസ് ക്ലോസസ്റ്റ് ടു ദ സൺ. സണ്ണിനോട് അടുത്തായിരിക്കും എർത്ത്. ഡിസ്റ്റൻസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 147 മില്യൺ കിലോമീറ്റർ. അപ്പോൾ എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 147 മില്യൺ കിലോമീറ്റർ. ഇറ്റ് ഒക്കേഴ്സ് അറൌണ്ട് 3rd ജാനുവരി. അപ്പം ഇങ്ങനെ വരുന്നത് 3rd ജാനുവരി, അറൌണ്ട് 3rd ജാനുവരി ആണ് ഇങ്ങനത്തെ ഒരു പ്രതിഭാസം കാണുന്നത്. എർത്ത് മൂവ്സ് ഫാസ്റ്റർ ഇൻ ഇറ്റ്സ് ഓർബിറ്റ് അറ്റ് ദിസ് പോയിന്റ്. ഈ പോയിന്റിൽ എർത്ത് കുറച്ച് ഫാസ്റ്റർ ആയിട്ടായിരിക്കും റിവോൾവ് ചെയ്യുന്നത്. സോ റെവല്യൂഷൻ നടക്കുമ്പോൾ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നതിനെ, അതായത് 147 മില്യൺ കിലോമീറ്റർ ഇങ്ങനെ അടുത്ത് വരുന്നതിനെ എന്തെന്ന് പറയുന്നു? പെരിഹീലിയൻ എന്നാണ് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് ജനുവരി മാസത്തിലാണ്. പൊതുവെ ജനുവരി 3rd ഇത് സംഭവിക്കുന്നത്. നെക്സ്റ്റ് വൺ, അഫീലിയൻ അല്ലെങ്കിൽ ഫാർത്തസ്റ്റ് പോയിന്റ്. ദ എർത്ത് ഈസ് ഫാർത്തസ്റ്റ് ഫ്രം ദ സൺ. അപ്പൊ ഇവിടെ നമ്മുടെ എർത്ത് സൂര്യനിൽ നിന്ന് വളരെ അകലെയായിരിക്കും. സീ ദിസ് ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 152 മില്യൺ കിലോമീറ്റർ. ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. ഇറ്റ് ഒക്കേഴ്സ് അറൌണ്ട് 4th ജൂലൈ. ഇനി ഇത് നടക്കുന്നത് ഏകദേശം 4th ജൂലൈയിലാണ്. എർത്ത് മൂവ് സ്ലോവർ ഇൻ ഈസ് ഓർബിറ്റ് അറ്റ് ദിസ് പോയിന്റ്. അപ്പോൾ എർത്ത് ഇവിടെ വളരെ പതുക്കെയായിരിക്കും റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ സണ്ണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏറ്റവും കൂടുതലായിരിക്കുന്നത്, അതായത് 152 മില്യൺ കിലോമീറ്റർ ആയിരിക്കുന്നതിനെയാണ് അഫീലിയൻ എന്ന് പറയുന്നത്. ഇത് ജൂലൈ മാസത്തിലാണ് നടക്കുന്നത്. പൊതുവെ ജൂലൈ 4th ഇത് നടക്കുന്നത്. ഇതിനാണ് അഫീലിയൻ എന്ന് പറയുന്നത്. ദെൻ what is the reason for speed change? Distance from the sun affects gravitational force. അപ്പോൾ സൂര്യനിൽ നിന്നുള്ള അകലം, ഭൂമിയുടെ അകലം, അത് ഇറ്റ് അഫക്ട്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യും. ക്ലോസർ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഗ്രാവിറ്റി എങ്ങനെയായിരിക്കും? സ്ട്രോങ്ങർ ആയിരിക്കും. അപ്പോൾ സ്പീഡ് എങ്ങനെയായിരിക്കും? ഫാസ്റ്റർ ആയിരിക്കും. ഇനി ഫാർത്തർ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഗ്രാവിറ്റി എങ്ങനെയായിരിക്കും? വീക്കർ ആയിരിക്കും. സ്പീഡ് അപ്പോൾ സ്ലോവർ ആവും. അതാണ് റീസൺ ഫോർ സ്പീഡ് ചേഞ്ച്. ദെൻ സ്പീഡ് ഓഫ് എവല്യൂഷൻ. ആവറേജ് സ്പീഡ് ഓഫ് എർത്ത് ഈസ് about 30 km/s. ഇനി റെവല്യൂഷൻ്റെ സ്പീഡ് എങ്ങനെയാണ്? ആവറേജ് സ്പീഡ് എന്തായിരിക്കും എർത്തിൻ്റെ? 30 km/s ആണ്. ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ. നെക്സ്റ്റ് വൺ, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. The apparent movement of the sun is the northward and southward shift of the sun's position between the Tropic of Cancer and the Tropic of Capricorn. എന്താണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറഞ്ഞാൽ? അതായത് സണ്ണിൻ്റെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യും നോർത്ത് ആൻഡ് സൗത്ത് വേർഡ് ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. നോർത്തിലെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, സൗത്തിലെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ആ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നത്. The Earth's axis is tilted at 23.5 degree. എർത്തിൻ്റെ ആക്സിസിന്റെ ചരിവ് എത്രയാണ്? 23.5 degree. This tilt remains constant during revolution. ഇത് റെവല്യൂഷൻ നടക്കുമ്പോഴും കോൺസ്റ്റന്റ് ആണ്, 23.5 degree ആണ്. Because of this, the sun appears to move. സൺ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. എങ്ങോട്ടൊക്കെയാണ്? നോർത്ത് വേർഡ് ആൻഡ് സൗത്ത് വേർഡ്. നോർത്ത് വേർഡ് ടുവേർഡ്സ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് സൗത്ത് വേർഡ് ടുവേർഡ്സ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇതാണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇക്വിനോസ്. ഡ്യൂറിംഗ് ദ റെവല്യൂഷൻ ഓൺ 21st March and 23rd September, the sun's rays fall vertically on the equator. റെവല്യൂഷൻ നടക്കുമ്പോൾ ഇക്വേറ്ററിൽ സണ്ണിൻ്റെ റേസ്, സൂര്യരശ്മികൾ വെർട്ടിക്കലി വന്ന് ഫോൾ ചെയ്യും. ഏതൊക്കെ ദിവസങ്ങളിലാണ്? 21st March and 23rd September.
The duration of day and night will be equal on both hemispheres on these days. അപ്പോൾ ഈ ദിവസങ്ങളിൽ രണ്ട് ഹെമിസ്ഫിയേഴ്സിലും എങ്ങനെയായിരിക്കും ഡ്യൂറേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ്? അത് ഈക്വൽ ആയിരിക്കും. ഡ്യൂറേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ്, രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും. ദീസ് ഡേയ്സ് ആർ കോൾഡ് ഇക്വിനോക്സസ്. ഇതിനാണ് നമ്മൾ ഇക്വിനോക്സസ് എന്ന് പറയുന്നത്. സോ 21 മാർച്ചിനും 23 സെപ്റ്റംബറിനും നമ്മുടെ റവല്യൂഷൻ നടക്കുമ്പോൾ സണ്ണിൻ്റെ റേസ് വേർട്ടിക്കലി നമ്മുടെ ഇക്വേറ്ററിൽ വന്ന് ഫോൾ ചെയ്യും. അപ്പോൾ നമ്മുടെ ഡേയിൻ്റെയും നൈറ്റിൻ്റെയും ഡ്യൂറേഷൻ എങ്ങനെയായിരിക്കും? രണ്ട് ഹെമിസ്ഫിയേഴ്സിലും ഈക്വൽ ആയിരിക്കും. ഈ ദിവസങ്ങളിൽ ഈക്വൽ ആയിരിക്കും. ഡേ ആൻഡ് നൈറ്റ് ഡ്യൂറേഷൻ ഈക്വൽ ആയിരിക്കും. ഈ ദിവസങ്ങൾക്കാണ് നമ്മൾ ഇക്വിനോക്സസ് എന്ന് പറയുന്നത്. അതായത് മാർച്ച് 21 ആൻഡ് 23 സെപ്റ്റംബർ. 21 മാർച്ചിനെയാണ് നമ്മൾ സ്പ്രിംഗ് ഇക്വിനോക്സ് എന്ന് പറയുന്നത്. 23 സെപ്റ്റംബർ ഏതാണ്? ഓട്ടംനൽ ഇക്വിനോക്സ്. നമുക്ക് അതിൻ്റെ ഒരു പിക്ചർ കാണാം. ഇതാണ് ഇക്വിനോക്സ്. നിങ്ങൾക്ക് ഇവിടെ ഇക്വേറ്റർ കാണാം. ഇതാണ് നമ്മുടെ ഇക്വേറ്റർ, ഭൂമധ്യരേഖ. ഇവിടെ സണ്ണിൻ്റെ റേസ് വേർട്ടിക്കലി വന്ന് നമ്മുടെ ഇക്വേറ്ററിൽ ഫോൾ ചെയ്യും. ഇത് ഏതൊക്കെ ദിവസങ്ങളിലാണ്? 21 മാർച്ച് ആൻഡ് 23 സെപ്റ്റംബർ. ഈ ദിവസങ്ങളിൽ ഡേ ആൻഡ് നൈറ്റ് ഡ്യൂറേഷൻ ഈക്വൽ ആയിരിക്കും രണ്ട് ഹെമിസ്ഫിയേഴ്സിലും. 21 മാർച്ച് എന്നുള്ളത് സ്പ്രിംഗ് ഇക്വിനോക്സ് ആണ്. 23 സെപ്റ്റംബർ ഓട്ടംനൽ ഇക്വിനോക്സ്. ഇനി ഇക്വിനോക്സിനെ ബേസ് ചെയ്ത് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ പിക്ചർ കണ്ടല്ലോ. ഓൺ വിച്ച് ലാറ്റിറ്റ്യൂഡ് ഡു ദ സൺസ് റേസ് ഫോൾ വെർട്ടിക്കലി? അപ്പോൾ ഏത് ലാറ്റിറ്റ്യൂഡിലാണ് ഈ സണ്ണിൻ്റെ റേസ് വെർട്ടിക്കലി വന്ന് ഫോൾ ചെയ്തത്? ഫോൾ ചെയ്തത് ഇക്വേറ്ററിലാന്ന് പഠിച്ചല്ലോ. ഇക്വേറ്റർ ഏതാണ് ലാറ്റിറ്റ്യൂഡ്? 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. ദ സൺസ് റേസ് ഫോൾ വെർട്ടിക്കലി ഓൺ ദ ഇക്വേറ്റർ അറ്റ് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. ദ നെക്സ്റ്റ് വൺ, ഓൺ വിച്ച് ഡേയ്സ് ഡസ് ദിസ് അപ്പിയർ? ദിസ് ഹാപ്പൻസ് ഓൺ 21 മാർച്ച് ആൻഡ് 23 സെപ്റ്റംബർ. 21 മാർച്ച് സ്പ്രിംഗ് ഇക്വിനോക്സ്, 23 സെപ്റ്റംബർ ഓട്ടംനൽ ഇക്വിനോക്സ്. നെക്സ്റ്റ് നമുക്ക് സമ്മർ സോൾസ്റ്റൈസ് പഠിക്കാം. In the northern hemisphere, the sun's apparent position shifts towards north from the equator to the Tropic of Cancer from 21 March to 21 June. നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമ്മുടെ സണ്ണിൻ്റെ അപ്പാരൻറ്റ് പൊസിഷൻ നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഫ്രം ദ ഇക്വേറ്റർ ടു ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഏത് ദിവസങ്ങളിലാണ്? ഫ്രം 21 മാർച്ച് ടു 21 ജൂൺ. ഈ ദിവസങ്ങളിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സണ്ണിൻ്റെ അപ്പാരൻറ്റ് പൊസിഷൻ, അതായത് ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ആസ് എ റിസൾട്ട് ഓഫ് ദിസ് 21 ജൂൺ, on 21 June, the northern hemisphere experiences the longest day and the shortest night. This day is known as summer solstice. അപ്പം അങ്ങനെ അപ്പാരൻറ്റ് പൊസിഷൻ ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് മൂലം 21 ജൂണിന് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോങ്ങസ്റ്റ് ഡേയും ഷോർട്ടസ്റ്റ് നൈറ്റും ആയിരിക്കും. ഈ ഡേയിനാണ് നമ്മൾ സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത്. ജൂൺ 21. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഫിഗർ കാണാം. സമ്മർ സോൾസ്റ്റൈസ്. നേരത്തെ ഇക്വിനോക്സ് നടക്കുമ്പോൾ സണ്ണിൻ്റെ റേസ് ഡയറക്റ്റ്ലി വെർട്ടിക്കലി ആയിട്ട് ഇക്വേറ്ററിലാണ് ഫോൾ ചെയ്തിരുന്നത്. ഇപ്പോൾ എങ്ങോട്ട് പോയി? സി ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു സണ്ണിൻ്റെ അപ്പാരൻറ്റ് പൊസിഷൻ. സോ ജൂൺ 21 ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡേയും ഷോർട്ടസ്റ്റ് നൈറ്റും. ഇനി ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് അപ്പാരൻറ്റ് പൊസിഷൻ ഓഫ് ദ സൺ ഷിഫ്റ്റ് ഫ്രം 21 മാർച്ച് ഓൺവേർഡ്സ്? 21 മാർച്ച് ഓൺവേർഡ്സ് നമ്മുടെ സൂര്യൻ്റെ അപ്പാരൻറ്റ് പൊസിഷൻ എങ്ങോട്ടാണ്, ഏത് ഡയറക്ഷനിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്? ദ സൺസ് അപ്പാരൻറ്റ് പൊസിഷൻ ഷിഫ്റ്റ് ടുവേർഡ്സ് നോർത്ത്. That is northward towards the Tropic of Cancer. ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക്, ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കാണ് സണ്ണിൻ്റെ അപ്പാരൻറ്റ് പൊസിഷൻ ഷിഫ്റ്റ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് ലാറ്റിറ്റ്യൂഡ് ഡു ദ സൺസ് റേസ് ഫോൾ വെർട്ടിക്കലി ഓൺ 21 ജൂൺ?
ഈ 21st ജൂണിൽ സൺസ് റേസ് എങ്ങോട്ടാണ് വെർട്ടിക്കലി ഫോൾ ചെയ്യുന്നത്? The sun's rays fall vertically on the Tropic of Cancer, that is 23.5 degree north latitude. ഇക്വിനോക്സിൽ ഇക്വേറ്ററിലായിരുന്നു വെർട്ടിക്കലി ഫോൾ ചെയ്തിരുന്നത് സൺസ് റേസ്. സമ്മർ സോൾസ്റ്റൈസിൽ എവിടെയാണ് ഫോൾ ചെയ്യുന്നത്? ഡയറക്ട്ലി ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ. Then from March to September, around 6 months, sun appears in the northern hemisphere. Hence, northern hemisphere gets more daylight during this period. അപ്പോൾ മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ ഏകദേശം 6 months സൺ എവിടെയാണ് അപ്പിയർ ചെയ്യുക? നോർത്തേൺ ഹെമിസ്ഫിയറിൽ. സോ നോർത്തേൺ ഹെമിസ്ഫിയറിൽ കൂടുതൽ ഡേ ലൈറ്റ് ഉണ്ടായിരിക്കും ഈ പീരീഡിൽ. See this table shows the length of day in different latitudes on the summer solstice. Summer solstice എന്ന് പറയുന്നത് ജൂൺ 21st. അപ്പോൾ ജൂൺ 21st ഡിഫറെൻറ്റ് ലാറ്റിറ്റ്യൂഡ്സിൽ ലെങ്ത് ഓഫ് ഡേ ആണ് ഇവിടെ കാണിക്കുന്നത്. ജൂൺ 21st 90 ഡിഗ്രി നോർത്തിൽ ലെങ്ത് ഓഫ് ദ ഡേ 24 hours ഉണ്ട്. അതുപോലെ 66.5 ഡിഗ്രി നോർത്ത് അവിടെയും ലെങ്ത് ഓഫ് ദ ഡേ എത്രയായിരിക്കും? 24 hours. ഡേ ഏറ്റവും കൂടുതലാണ്. ദെൻ 23.5 ഡിഗ്രി നോർത്ത് അവിടെ 13 hours 27 minutes ആണ് ലെങ്ത് ഓഫ് ഡേ. ഇനി നമ്മുടെ ഇക്വേറ്റർ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ 12 hours ആയിരിക്കും ജൂൺ 21st ഡേയുടെ ലെങ്ത്. ഇനി 23.5 ഡിഗ്രി സൗത്ത്, നമ്മൾ സൗത്തിലേക്ക് വരികയാണ്. സൗത്തിൽ 10 hours 33 minutes ഡേ ടൈം. 66.5 ഡിഗ്രി സൗത്ത്, 90 ഡിഗ്രി സൗത്ത് ഇതിലൊക്കെ ഡേ ടൈം നില്ലായിരിക്കും. നെക്സ്റ്റ് വൺ, വിന്റർ സോൾസ്റ്റൈസ്. ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ ദ സൺസ് apparent position shift from the equator to the Tropic of Capricorn during the period from 23rd September to 22nd December. അതായത് സദേൺ ഹെമിസ്ഫിയറിൽ സണ്ണിൻ്റെ അപ്പാരൻറ്റ് പൊസിഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഏത് പീരീഡിലാണ്? ഫ്രം 23rd September to 22nd December. ഈ പീരീഡിൽ സണ്ണിൻ്റെ അപ്പാരൻറ്റ് പൊസിഷൻ സദേൺ ഹെമിസ്ഫിയറിൽ ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആസ് എ റിസൾട്ട് ഓഫ് ദീസ്, ഓൺ 22nd December, the southern hemisphere experiences the longest day and the shortest night. This day is known as winter solstice. അപ്പം ഇങ്ങനെ സൺ ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് സണ്ണിൻ്റെ അപ്പാരൻറ്റ് പൊസിഷൻ ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് 22nd ഡിസംബറിൽ സദേൺ ഹെമിസ്ഫിയറിലെ ലോങ്ങസ്റ്റ് ഡേയും ഷോർട്ടസ്റ്റ് നൈറ്റും ആയിരിക്കും. ഈ ഡേയിനാണ് നമ്മൾ വിന്റർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത്. നമുക്ക് വിന്റർ സോൾസ്റ്റൈസിൻ്റെ ഒരു പിക്ചർ കാണാം. സി, സെപ്റ്റംബർ 23rd മുതൽ ഡിസംബർ 22nd വരെ നമ്മുടെ സണ്ണിൻ്റെ അപ്പാരൻറ്റ് പൊസിഷൻ ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ ഡിസംബർ 22nd ലോങ്ങസ്റ്റ് ഡേ ആയിരിക്കും സദേൺ ഹെമിസ്ഫിയർ, ലോങ്ങസ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ്. സണ്ണിൻ്റെ റേസ് വെർട്ടിക്കലി ഫോൾ ചെയ്യുന്നത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലാണ്. സോ ഡ്യൂറിങ് വിന്റർ സോൾസ്റ്റൈസ് നോർത്തേൺ പോളാർ റീജിയനിൽ എങ്ങനെയായിരിക്കും? കണ്ടിന്യൂസ് ഡാർക്ക്നെസ് ആയിരിക്കും. സദേൺ പോളാർ റീജിയനിൽ കണ്ടിന്യൂസ് ഡേ ലൈറ്റ് ആയിരിക്കും. കാരണം സൂര്യൻ ഇപ്പോൾ ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സദേൺ പോളാർ റീജിയനിൽ കണ്ടിന്യൂസ് ഡേ ലൈറ്റും നോർത്തേൺ പോളാർ റീജിയനിൽ കണ്ടിന്യൂസ് ഡാർക്ക്നെസ്സും ആയിരിക്കും. See this table. This table shows the duration of daytime in different latitudes on winter solstice. അതായത് ഡിസംബർ 22nd ഡിഫറെൻറ്റ് ലാറ്റിറ്റ്യൂഡ്സിൽ ഡേയുടെ ലെങ്ത്ത്. സി, നമുക്ക് നോർത്തിൽ നോക്കാം. 90 ഡിഗ്രി നോർത്തിൽ ഡേ നില്ലായിരിക്കും, ഡേ ഇല്ല. 66.5 ഡിഗ്രി നോർത്തിലും ഡേ നില്ലാണ്, ലെങ്ത് ഓഫ് ഡേ നില്ലാണ്. 23.5 ഡിഗ്രി നോർത്തിൽ 10 hours 33 minutes. ഇനി ഇക്വേറ്ററിൽ 12 hours. ഇനി നമുക്ക് സൗത്തിലേക്ക് പോവാം. സൗത്തിൽ ഏറ്റവും കൂടുതൽ ഡേ ടൈം ആയിരിക്കും. 23.5 ഡിഗ്രി സൗത്തിൽ 13 hours 27 minutes.
66.5 ഡിഗ്രി സൗത്തിൽ 24 അവേഴ്സും ഡേ ടൈമാണ്. 90 ഡിഗ്രി സൗത്തിൽ 24 അവേഴ്സ് ഡേ ടൈമാണ്. നെക്സ്റ്റ് വൺ, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ, ഉത്തരായനം ആൻഡ് ദക്ഷിണായനം. എന്താണ് ഉത്തരായനം എന്ന് പറഞ്ഞാൽ? ഉത്തരായനം എന്ന് പറഞ്ഞാൽ നോർത്ത് വേർഡ് മൂവ്മെന്റ്, നോർത്തിലേക്കുള്ള മൂവ്മെന്റ്. ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ടുവേർഡ്സ് ദ നോർത്ത്. It starts after December 22nd, that is winter solstice, and the movement is from Tropic of Capricorn to Tropic of Cancer. ഉത്തരായനം എന്ന് പറഞ്ഞാൽ സണ്ണിൻ്റെ അപ്പാരന്റ് മൂവ്മെന്റ്, നോർത്തിലേക്കുള്ള അപ്പാരന്റ് മൂവ്മെന്റ് ആണ്. അത് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? വിന്റർ സോൾസ്റ്റൈസിന് ശേഷം, ആഫ്റ്റർ ഡിസംബർ 22nd. ഇനി എവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യും? വിന്റർ സോൾസ്റ്റൈസിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലായിരുന്നല്ലോ, ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് മൂവ് ചെയ്യും. അതാണ് ഉത്തരായനം. ഇനി എന്താണ് ദക്ഷിണായനം എന്ന് പറഞ്ഞാൽ? സൗത്തേർഡ് മൂവ്മെന്റ്, ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ടുവേർഡ്സ് എ സൗത്ത്. സണ്ണിൻ്റെ മൂവ്മെന്റ്, സൗത്തിലേക്കുള്ള അപ്പാരന്റ് മൂവ്മെന്റിനെയാണ് ദക്ഷിണായനം എന്ന് പറയുന്നത്. ഇനി ഇതെപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആഫ്റ്റർ സമ്മർ സോൾസ്റ്റൈസ്, ആഫ്റ്റർ ജൂൺ 21st. ഇനി എവിടെ നിന്ന് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? സമ്മർ സോൾസ്റ്റൈസിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലായിരിക്കുമല്ലോ വെർട്ടിക്കലി സൺസ് റേസ് ഫോൾ ചെയ്യുന്നത്. അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്കാണ് മൂവ്മെന്റ് നടക്കുക. ഇതാണ് ദക്ഷിണായനം എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പാരന്റ് പൊസിഷൻ ഓഫ് ദ സൺ, ഇക്വേറ്റർ. അതായത് സണ്ണിൻ്റെ റേസ് വെർട്ടിക്കലി എവിടെയാണ് ഫോൾ ചെയ്യുന്നത്? ഇക്വേറ്ററിൽ. അത് ഏത് ഡേറ്റിലാണ്? നമ്മൾ പഠിച്ചല്ലോ, ഏത് ഡേറ്റിലാണ്? മാർച്ച് 21st. അതേപോലെ സെപ്റ്റംബർ 23rd. ഈ 2 ദിവസമാണ് സണ്ണിൻ്റെ റേസ് വെർട്ടിക്കലി ഇക്വേറ്ററിൽ ഫോൾ ചെയ്യുന്നത്. ഇനി മാർച്ച് 21st നമ്മൾ എന്തെന്ന് പറയും? സ്പ്രിംഗ് ഇക്വിനോക്സ് എന്ന് പറയും. സെപ്റ്റംബർ 23rd എന്തെന്നാണ് പറയുന്നത്? ഓട്ടംനൽ ഇക്വിനോക്സ്. ദെൻ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ, what about length of day and length of night? സ്പ്രിംഗ് ഇക്വിനോക്സിലും അതുപോലെ ഓട്ടംനൽ ഇക്വിനോക്സിലും ലെങ്ത് ഓഫ് ഡേ ആൻഡ് ലെങ്ത് ഓഫ് നൈറ്റ് സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. സദേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയായിരിക്കും? സദേൺ ഹെമിസ്ഫിയറിലും ഡേ ആൻഡ് നൈറ്റ് വിൽ ബി ഈക്വൽ. സോ ഇതാണ് ഇക്വേറ്ററിൽ എത്തുമ്പോഴുള്ള കാര്യങ്ങൾ. ഇനി അടുത്തത്, സണ്ണിൻ്റെ അപ്പാരന്റ് പൊസിഷൻ ഷിഫ്റ്റ് ചെയ്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലെത്തി, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ. ഈ ഡേറ്റ് എന്നായിരിക്കും? ജൂൺ 21st. ഈ ഡേനെയാണ് നമ്മൾ സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത്. ഇനി നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡേയുടെ നൈറ്റിൻ്റെ ലെങ്ത് എന്തായിരിക്കും? ലെങ്ത് ഓഫ് ഡേ എങ്ങനെയായിരിക്കും? ലോങ്ങസ്റ്റ് ആയിരിക്കും. ലെങ്ത് ഓഫ് നൈറ്റ് ഷോർട്ടസ്റ്റ് ആയിരിക്കും. ഇനി സദേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ് ഡേ ടൈം? ലെങ്ത് ഓഫ് ഡേ ഷോർട്ടസ്റ്റും ലെങ്ത് ഓഫ് നൈറ്റ് ലോങ്ങസ്റ്റും ആയിരിക്കും. ഇനി നെക്സ്റ്റ്, സണ്ണിൻ്റെ അപ്പാരന്റ് പൊസിഷൻ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇത് ഡേറ്റ് എന്നാണ്? ഡിസംബർ 22nd. ഡിസംബർ 22nd ഇതിനാണ് നമ്മൾ വിന്റർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത്. ഇനി നോർത്തേൺ ഹെമിസ്ഫിയറിൽ നോക്കാം. അവിടെ ലെങ്ത് ഓഫ് ഡേ എങ്ങനെയാണ്? ഡിസംബർ 22nd ഷോർട്ടസ്റ്റ് ആയിരിക്കും. ലെങ്ത് ഓഫ് നൈറ്റോ ലോങ്ങസ്റ്റ് ആയിരിക്കും. ഇനി സദേൺ ഹെമിസ്ഫിയറിൽ ഡേ ടൈം എങ്ങനെയായിരിക്കും? ലോങ്ങസ്റ്റ് ആയിരിക്കും. ദെൻ ലെങ്ത് ഓഫ് നൈറ്റ് ഷോർട്ടസ്റ്റ്. So thanks for watching. If you like this video, please like, share and subscribe. We will see in the next video. Thank you.